ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാൽ ഔർ ഉസ്കെ ബേദാണ്. അപ്പം നമുക്കത് നോക്കാം. സെക്കൻഡ് സെം AEC കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഹിന്ദി വ്യാകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ കാൽ ഔർ ഉസ്കെ ബേദ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒരു പ്രവൃത്തി ഏത് സമയത്താണ് നടക്കുന്നതെന്ന് അറിയിക്കുന്നതാണ് കാലം. അതായത് പ്രവൃത്തി ഇപ്പോഴാണോ, കഴിഞ്ഞതാണോ, ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്നതാണോ എന്ന് കാലം നമ്മളെ അറിയിക്കുന്നു. കാൽ ക്യാ ഹേ, അതാണ് സ്റ്റാർട്ടിങ്. क्रिया के जिस रूप से कार्य करने या होने के समय का ज्ञान होता है उसे काल कहता है. ഒരു പ്രവൃത്തി എപ്പോൾ നടക്കുന്നു എന്ന് അറിയിക്കുന്ന ക്രിയാരൂപത്തെയാണ് കാലം എന്ന് പറയുന്നത്. ക്രിയ നടന്ന സമയം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് കാലം എന്ന് പറയുന്നത്. दूसरे शब्दों में क्रिया के उस रूपांतर को काल कहता है जिससे उसके कार्य व्यवहार का समय और उसकी पूर्ण अथवा अपूर्ण अवस्था का बोध हो. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പ്രവൃത്തി പൂർത്തിയായോ, നടന്നുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നടക്കാനിരിക്കുകയാണോ എന്ന് അറിയിക്കുന്ന ക്രിയാരൂപമാണ് കാലം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ബച്ചെ ഗേറ്റ് ഖേൽത്തെ ഹേ, കുട്ടികൾ പന്ത് കളിക്കുന്നു. ഇവിടെ പ്രവൃത്തി ഇപ്പോൾ നടക്കുകയാണ്, അതുകൊണ്ട് ഇത് വർത്തമാൻ കാലാണ്. ബച്ചേനെ ഗേറ്റ് ഖേല, കുട്ടികൾ പന്ത് കളിച്ചു, പ്രവൃത്തി ഇതിനകം കഴിഞ്ഞു, അതുകൊണ്ട് ഇത് ഭൂതകാലാണ്, കാരണം കളിച്ചു കഴിഞ്ഞതുകൊണ്ട്. പിന്നെയുള്ളത് ബച്ചെ ഖേലേങ്കെ, കുട്ടികൾ കളിക്കും, അപ്പം അത് പിന്നെ നടക്കാനുള്ള പാസ്റ്റിൽ നടക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഇത് ഭവിഷ്യത് കാലാണ്. ഒരു വാക്യത്തിൽ പ്രവൃത്തി നടന്ന സമയം നോക്കിയാൽ കാലം എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നടക്കുന്നു വർത്തമാൻ കാലാണ്, കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ്, അത് ഭൂതകാലാണ്, ഇനി നടക്കും ഭവിഷ്യത്ത് കാലം, അങ്ങനെയാണ് വരുന്നത്. ഇപ്പം കാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. काल के भेद. क्रिया के घटित होने के समय बोध के आधार पर मुख्य रूपों से काल के 3 भेद होता है. കാലത്തിന് 3 ഭേദങ്ങളാണുള്ളത്. വർത്തമാൻ കാൽ, വർത്തമാനകാലം, ഭൂതകാൽ, ഭൂതകാലം, ഭവിഷ്യത് കാൽ, ഭാവികാലം. വർത്തമാൻ കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ के जिस रूप से यह प्रकट हो कि कार्य प्रस्तुत या वर्तमान समय में हो रहा है उसे वर्तमान काल कहते हैं, जैसे वह किताबों बेचते हैं. ഒരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നു എന്ന് അറിയിക്കുന്ന ക്രിയാരൂപം വർത്തമാനകാലം എന്ന് പറയുന്നു. അതിൻ്റെ എക്സാമ്പിൾ വഹ് കിതാബോ ബേസ്തെ ഹേ, അവൻ പുസ്തകങ്ങൾ വിൽക്കുന്നു. പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നതാണ്. ആപ് ക്യാ കർത്തേ ഹേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. മേം ഗാനാക്ക രഹിയും, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ വർത്തമാൻ കാൽ. അതായത് ഇതിൽ വരുന്നതാണ് യഹാം, ഹേ, ഹേം, ഹും. വർത്തമാൻ കാൽ സൂചക ചിഹ്ന ഹേ എന്നീ വാക്കുകൾ വർത്തമാനകാലത്തിൻ്റെ അടയാളങ്ങളാണ്. വാക്യത്തിൽ ഹേ, ഹൈ, ഹും കണ്ടാൽ പലപ്പോഴും അത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഞാൻ സ്കൂളിൽ പോകുന്നു, അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു, ഇവയെല്ലാം വർത്തമാൻ കാൽ ആണ്. അതായത് ഇപ്പം നടക്കുന്ന എന്താണോ അതിനെയാണ് വർത്തമാൻ കാൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഭൂതകാൽ, പാസ്റ്റ് ടെൻസ്. ക്രിയ के जिस रूप से यह चाहता हो कि कार्य पूरा हो चुका है उसे भूतकाल कहता है. ഒരു പ്രവൃത്തി കഴിഞ്ഞുപോയി എന്നറിയിക്കുന്ന ക്രിയാരൂപം ഭൂതകാലം എന്നാണ് പറഞ്ഞത്. അതിപ്പം ആ പരിപാടി കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞു, ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നത്, ഭൂതകാൽ വെച്ച് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് മേം കേരൾ ഗയാദ, ഞാൻ കേരളത്തിൽ പോയിരുന്നു എന്നാണ്. അപ്പം അത് കഴിഞ്ഞൊരു കാര്യമാണ്. പിന്നെ വേ പത്ര ലിഖാ രഹേദേ, അവൻ കത്ത് എഴുതിക്കൊണ്ടിരുന്നു, അവർ കത്ത് എഴുതിക്കൊണ്ടിരുന്നു പണ്ട്, ഇപ്പം ചെയ്യുന്നില്ല. മാതാജി കഹാനി സുനാ നഹീന്തി, അമ്മ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ആണ് വരുന്നത്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ യഹാം, ദാ, ദേ, ദി ഭൂതകാൽ സൂചക ചിഹ്ന ഹേ. ദാ, ദേ, ദി എന്നീ വാക്കുകൾ ഭൂതകാലത്തിൻ്റെ അടയാളങ്ങളാണ്. ഇത് ഈ 3 വാക്യത്തിൽ കണ്ട അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഞാൻ ഇന്നലെ സിനിമ കണ്ടു, അവൻ സ്കൂളിൽ പോയിരുന്നു, അവൻ കളിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഇന്നലെ പത്രം വായിച്ചു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഭൂതകാലത്തിലാണ്. മൂന്നാമത്തെയാണ് ഭവിഷ്യത് കാൽ, ഫ്യൂച്ചർ ടെൻസ്. क्रिया के जिस रूप से कार्य के भविष्य में किया जाने या होने का भाव प्रकट हो उसे भविष्यत काल कहते हैं. ഒരു പ്രവൃത്തി ഭാവിയിൽ നടക്കുമെന്ന് അറിയിക്കുന്ന ക്രിയാരൂപം ഭാവികാലം എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് വഹ് കാൽ കേരൾ ജായെങ്കെ, അവൻ നാളെ കേരളത്തിലേക്ക് പോകും, അവൻ നാളെ പോകുന്നുള്ള ഫ്യൂച്ചറാണ്.
തും കബ് ആവോങ്കെ, നീ എപ്പോൾ വരും. വഹ് നഹീം ആയെങ്കെ, അവൾ വരില്ല. ഒറിജിനൽ, അതായത് യഹാം ആएगा, ആകെ ഐസി, ആएंगी ആദി ഭവിഷ്യത് കാൽ സൂചക ചിഹ്ന ഹെ. ഇതിലുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസിൻ്റെ അടയാളങ്ങളാണ്. ജായേങ്ക, ആവോങ്ക, കരേങ്കി ഇതുപോലുള്ള വാക്കുകൾ കണ്ടാൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞൊന്ന് നോക്കി നോക്കാം. വർത്തമാൻ കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി. മേം പഠ രഹാ ഹെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂതകാൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രവൃത്തി. മേം ഗയാദ. ഭവിഷ്യത് കാൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കുന്ന പ്രവൃത്തി. അതാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാൽ और उसके പോയത് നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.